കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC ഉദ്യോഗാർത്ഥികളുടെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായ ഏജ് ലിമിറ്റ് ഉയർത്തുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രസ്തുത ഏജ് ലിമിറ്റ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. നമ്മുടെ JKR അക്കാഡമി വഴി ധാരാളം ഉദ്യോഗാർത്ഥികൾ അതിനു വേണ്ടിയിട്ട് നിവേദനങ്ങൾ സമർപ്പിക്കുകയും അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട സർക്കാരിൽ അതുമായി ബന്ധപ്പെട്ട ആധികാരികമായ ഉദ്യോഗസ്ഥരോട് നേരിട്ട് കണ്ട് തങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ നിവേദനങ്ങളായി സമർപ്പിക്കാനും ഒക്കെ ആയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുണ്ട്. ഓരോ ജില്ലയിലുമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടേതായ രീതിയിൽ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉദ്യോഗാർത്ഥികൾ എന്നോട് ചോദിക്കാറുണ്ട്. സാറേ, എങ്ങനെയാണ് നിവേദനങ്ങൾ തയ്യാറാക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നിവേദനങ്ങൾ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ എന്നോട് ഉദ്യോഗാർത്ഥികൾ ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ സമയാസമയങ്ങളിൽ ഞാൻ എല്ലാവർക്കും നൽകാറുണ്ട്. അതനുസരിച്ച് വേണ്ട ഉദ്യോഗാർത്ഥികളുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് എൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഏജ് ലിമിറ്റ് ഉയർത്തുക എന്നത്. PSCയുടെ ഏജ് ലിമിറ്റിനെ സംബന്ധിച്ച് 2013 പെൻഷൻ പ്രായം കൂട്ടിയ ഒരു സാഹചര്യത്തിൽ ഏജ് ലിമിറ്റ് 18 to 36 ആയിരുന്നു. എന്നാൽ പെൻഷൻ പ്രായം 60 വർദ്ധിപ്പിച്ചു. എന്നാൽ ഏജ് ലിമിറ്റിൽ വ്യത്യാസം വരുത്താൻ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ 18 to 36 എന്നുള്ളത് 40 വയസ്സ് പെൻഷൻ പ്രായം 4 വർഷമായിട്ട് ഉയർത്തിയപ്പോൾ 56 നിന്ന് 60 ആക്കിയപ്പോൾ ഏജ് ലിമിറ്റ് 36 നിന്ന് 40 ആക്കേണ്ടതായിരുന്നു. എന്നാൽ ആ ഒരു നടപടി ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് അത് ബഹുമാനപ്പെട്ട സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്യോഗാർത്ഥികൾ നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നത്. ലക്ഷോപലക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന ഒന്നാണ് ഈ ഏജ് ലിമിറ്റ് ഉയർത്തുക എന്ന് പറയുന്നത്. PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 36 വയസ്സിന് ശേഷം തങ്ങൾക്ക് പിന്നെ PSC എഴുതാൻ സാധിക്കത്തില്ല എന്നുള്ളത് വളരെ വിഷമത്തോടെയാണ് ഉദ്യോഗാർത്ഥികൾ കാണുന്നത്. നമ്മൾ പഠനം ആരംഭിച്ച് ഒരു പീക്ക് പോയിന്റിൽ എത്തുന്ന അവസരത്തിൽ നമ്മുടെ ഏജ് ലിമിറ്റ് തീർന്നു പോകും, ഏജ് ലിമിറ്റ് കഴിഞ്ഞു പോകും. എന്നാൽ 40 വയസ്സ് വരെ ഏജ് ലിമിറ്റ് കിട്ടിയാൽ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒത്തിരിയധികം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി എന്ന സ്വപ്നം, ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സർക്കാരിനോട് നിവേദനങ്ങളായിട്ടും അതുപോലെ തന്നെ അവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല നടപടി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ ഇതുവരെയും ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവാത്ത വന്ന സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികളെല്ലാം കൂടി ചേർന്ന് ഒരു പത്രസമ്മേളനം വിളിക്കുകയും പ്രസ്തുത വർഷ സമ്മേളനത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് ഉന്നയിക്കുകയും ചെയ്തു. ഒരു സമരപരിപാടിയായിട്ട് മുമ്പോട്ട് പോകാനല്ല, തങ്ങൾ വളരെ വിനീതമായിട്ട് ബഹുമാനപ്പെട്ട സർക്കാരിനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ ഒന്നടങ്കം പ്രസ്തുത പത്രസമ്മേളനത്തിൽ അവർ വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ ആ പത്രസമ്മേളനത്തിന്റെ ഒരു വീഡിയോ നമുക്ക് ഇപ്പോൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് ഒരു ഒറിജിനൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹിയറിങ് ഒക്ടോബർ 16 കഴിഞ്ഞു. അതിൻ്റെ ഫയൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ടേബിളിലാണ്. അതിന് എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. അതുപോലെ തന്നെ സംസ്ഥാനത്ത് 2013 ഏപ്രിൽ 1 MPS സിസ്റ്റം വന്നത്. ആ MPS സിസ്റ്റത്തിൽ നിയമിതരാകുന്ന ഉദ്യോഗസ്ഥരുടെ പെൻഷൻ പ്രായം 56 നിന്ന് 60 വയസ്സാണ്. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാറ്റ്യൂട്ടറിയിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 ആയിരുന്നു. ഇപ്പോൾ MPS വന്നപ്പോഴും 36 ശരിക്കും 4 വർഷം ഉയർത്തേണ്ടതാണ്. അത് ഇതുവരെ ഗവൺമെന്റ് ചെയ്തിട്ടില്ല. അത് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. അങ്ങനെ ഉയർത്തിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം ഉദ്യോഗസ്ഥർക്ക് ലക്ഷോപലക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് അതിൻ്റെ നേട്ടം ഉണ്ടാകും.
അതാണ് ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് അപേക്ഷിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സമര പരിപാടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സമര പരിപാടികളൊന്നും നമ്മൾ നടത്തുന്നില്ല. ഇത് ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അപേക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ കേരള സംസ്ഥാനത്തിന്റെ ഗവർണറോടും ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടും നമ്മൾ അപേക്ഷിക്കുകയാണ് ഇത് ചെയ്യണമെന്ന്. ഓക്കെ. ഞങ്ങളുടെ PSC ഏജ് ഓവർ ഗ്രൂപ്പ് എന്നാണ് ഇട്ടിരിക്കുന്നത്. പത്രസമ്മേളനം ഉദ്യോഗാർത്ഥികൾ നടത്തിയതിന്റെ ഒരു വിശദമായ ഒരു വീഡിയോയാണ്, അവലോകനം ചെയ്തിട്ടുള്ള വീഡിയോയാണ് നമ്മൾ കണ്ടത്. ഇതിൽ നിന്നും ഉദ്യോഗാർത്ഥികൾ എത്ര കണ്ട് ഏജ് ലിമിറ്റ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ബഹുമാനപ്പെട്ട സർക്കാർ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് അത് സത്യസന്ധവും നീതിയുക്തമാണ് എന്ന് മനസ്സിലാക്കി അതിന്മേലൊരു തീരുമാനം ഉണ്ടാക്കി തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ. അപ്പോൾ സാധാരണ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് സമയം മാത്രമേ PSC പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പ്രസ്തുത ഏജ് ലിമിറ്റ് ഉള്ളിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഏജ് ലിമിറ്റിൽ ഒരു വ്യത്യാസം വരുത്തിയാൽ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത് മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ ഏജ് ലിമിറ്റിൽ വ്യത്യാസപ്പെടുത്തിയാൽ നിലവിൽ പ്രസ്തുത ഈ വർഷം തുടർ വർഷങ്ങളിലൊക്കെ തന്നെയും ഈ വർഷങ്ങളിലുമൊക്കെ തന്നെ ഏജ് ഓവർ ആയ ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു പ്രതീക്ഷയിൽ മുൻപോട്ട് പോകുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ പുറകിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉചിതമായ നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ ഉദ്യോഗാർത്ഥികളും മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഏജ് ലിമിറ്റിൽ ഒരു വ്യത്യാസം പ്രസ്തുത സർക്കാരിന്റെ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉടൻ തന്നെ ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.